വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ 99 രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 232394. 2025 ഫെബ്രുവരി 25 നടക്കാനിരിക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കയും അനിശ്ചിതത്വവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 7 ശനിയാഴ്ച ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 ഫെബ്രുവരി 25 നടക്കാനിരിക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കയും അനിശ്ചിതത്വവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 7 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുവെന്ന് ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ നടന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പൂരം നടത്താനാണ് ദേശ കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ഇന്നത്തെ ഗവൺമെൻറ് അതിനുള്ള സാഹചര്യം ഒരുക്കി തരണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രതിഷേധ സംഗമം. പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ OR ഷീല മോഹൻ, പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കും. പൂരക്കാലം വരാനിരിക്കെ പൂരം എങ്ങനെ സുഗമമായി നടക്കുമെന്ന ആശങ്കയിലാണ് പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങൾ. ക്ഷേത്രബന്ധിതമായ അനുഷ്ഠാന രീതികളാണ് പൂരങ്ങളിൽ നാം പാലിച്ചു വരുന്നത്. ആന എഴുന്നള്ളിപ്പും കുടമാറ്റവും മേളവും വെടിക്കെട്ടുമൊക്കെ പൂരങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളായി എത്രയോ വർഷങ്ങളായി തുടർന്നു വരുന്നു. ഈ അടുത്ത കാലത്ത് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ ഹൈക്കോടതി ഉത്തരവുമാണ് പൂരാഘോഷ കമ്മിറ്റികളെയും പൂരപ്രേമികളെയും വിശ്വാസികളുടെയും മനസ്സിൽ ആശങ്ക പടർത്തിയിരിക്കുന്നത്. അപ്രായോഗിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത് പൂരം നടത്തിപ്പിനെയും പൂരപ്രേമികളെയും മാത്രമല്ല ആയിരക്കണക്കിന് കുടുംബങ്ങളെയും ബാധിക്കും. വാദ്യം, ചമയം, ആന, പന്തൽ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് അവരിൽ അധികവും. ഈ ഉത്സവകാലത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബങ്ങൾ അടുത്ത പൂരക്കാലം വരുന്നതുവരെ ഉപജീവനം നടത്തുന്നത്. പൂരങ്ങളുടെ പ്രൗഢി കുറച്ചാൽ പൂരപ്രേമികൾക്കും വിശ്വാസികൾക്കും സഹിക്കാനാവില്ലെന്നും പൂരം നടത്താൻ അധികാരികൾ മുൻകൈയെടുക്കണമെന്നും പൂരം സുഗമമായി നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. തലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ എല്ലാ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും വാദ്യ കലാകാരന്മാരും പൂരപ്രേമികളും ജാതിമത ഭേദമന്യേ വിശ്വാസികളും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി എന്നിവർ അറിയിച്ചു. ഓൾമോസ്റ്റ് എല്ലാം ഒരു ഫൈനൽ സ്റ്റേജിലായി, നോട്ടീസുകളൊക്കെ പുറത്തിറങ്ങി. ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. എങ്ങനെ പൂരം നടത്തും, എങ്ങനെയാണ് ഈ കൊല്ലത്തെ പൂരം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിനെയും മറ്റ് അധികാരികളെയും അറിയിക്കാനുള്ളൊരു ഉദ്യമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഈ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പ്രതിഷേധ സംഗമം നടത്തുന്നത്. BCV ന്യൂസ്, വടക്കാഞ്ചേരി.